പ്രതിപക്ഷ നേതാവുണ്ടല്ലോ, നമ്മുടെ ഇവന്റെ സ്വന്തം ആളാണ്. എനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ നർമ്മം വിളമ്പുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. ഞാനൊരു പ്രയോഗം കേട്ടിട്ട് ഞാനൊരു 2 മണിക്കൂർ ചിരിച്ചു. നമ്മുടെ ഒരു മുൻ മന്ത്രിയെ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ആറാട്ടുമുണ്ടൻ. തിരുവിതാംകൂർ മഹാരാജാവ് ആറാട്ടിനെടുന്നിരിക്കുന്ന സമയത്ത് 2-2.5 അടി ഉയരമുള്ള ഒരാൾ ഒരു വിളക്കുമായി മുമ്പിൽ ഇങ്ങനെ നടക്കും. അയാളെ പറയുന്ന പേര് ആറാട്ടുമുണ്ടൻ. അന്നാണ് ഞാൻ ആറാട്ടുമുണ്ടൻ എന്ന് കേൾക്കുന്നത്. അല്ലെങ്കിൽ രാമകൃഷ്ണ സാറിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. പിന്നെ എനിക്ക് സത്യം പറയല്ല, ഈ അനുകരണ ഹാസ്യകലയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അറിയാമെന്നറിയോ അവതരിപ്പിക്കാൻ? നമ്മുടെ മുൻ പ്രതിരോധ മന്ത്രിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഒന്ന് പൊട്ടിച്ചു പോവും. മുണ്ട ഇങ്ങനെ മലയാളം പറയുന്ന പോലെ ഇംഗ്ലീഷ് പറയും. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അതീവ വിൽപ്പത്തിയുള്ള KV രാമകൃഷ്ണ സാറൊക്കെ തോറ്റുപോകും ഇംഗ്ലീഷ് കേട്ട. ആക്ച്വലി ദാറ്റ്സ് വൈ ഐ ആം ടെല്ലിംഗ് ദാറ്റ് India facing problems. Almost all the sides of our nation facing problems. That is not only northeast but also west shore. കയ്യടിക്കാനൊക്കെ വളരെ മോശമുള്ളൂ. In India, 2 times I was the defense minister. Third time I wished to get President of India. It is not happened. So I am very unhappy. I like to say one thing also. One day I will be the President of India, no doubt at all. Like this, there will be a photo should be there, no problem. അതുകൊണ്ട് ഇന്ന് 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന KV രാമകൃഷ്ണൻ മാഷിന് എൻ്റെ ഹൃദയം നിറഞ്ഞ അശ്മാംശം. അശീതി എന്നൊക്കെ അങ്ങേരിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്താ പറയുക, രാഷ്ട്രീയ രംഗത്ത് എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വിടാൻ പറ്റില്ല. അത്രയ്ക്കധികം ആൾക്കാരാണ് എൻ്റെ അവിടെ കിടക്കുന്നത്. എത്ര ആളുകളാണ്. എന്നാലും ഞാൻ തിരുവനന്തപുരം നിന്ന് വിട്ട് തൃശ്ശൂർക്ക് വരികയാണ്. തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഷയും തൃശ്ശൂർ ഭാഷയും കേട്ടാൽ പൊട്ടിച്ചിരിക്കാത്തൊരു മലയാളിയില്ല. അവിടെ നിൽക്കുന്ന കണ്ടല്ലോ, എന്തൊരു ചെറയണത്. അവിടെ നിന്ന് ഞങ്ങളുടെ നാട് തൃശ്ശൂര്. തേങ്ങ നമ്മുടെ ഭാഷയാണ്. കേരളം എന്ന് പറഞ്ഞ തേങ്ങയുടെ നാടാണ് അല്ലേ? പാട്ടൊക്കെ അങ്ങനല്ലേ? കേളി കരമ്പം പൂക്കും കേരളം കേരളേ സദനാമാമ്യൻ കേരളം. ഈ കേരളത്തിനെ തേങ്ങയെ നാളികേരെന്ന് പറയും. പക്ഷെ ഈ തേങ്ങയെ തൃശ്ശൂർക്കാർ മോശമായിട്ട് പറയാ തേങ്ങയാണ്. എന്നൊരു തേങ്ങിന് ഇപ്പൊ പോയിട്ടിപ്പോ വയസ്സന്മാർക്കൊന്നുമല്ല വടി. ഫോട്ടോ എടുക്കുന്ന കയ്യിൽ തന്നെ വടി, മേപ്പട്ടക്ക് പിടിക്കുന്ന വടി. എന്നൊരു തേങ്ങ കണ്ണാൻ നീ എന്തൊരു തേങ്ങ എന്റെ പടക്കട തേങ്ങര മൂട്. പിന്നെ ഇപ്പൊ എനിക്ക് തേങ്ങല ഏറ്റപ്പരുത് തേങ്ങിന്. നീ എന്തൊരു തേങ്ങരയുടെ അവിടെ പറഞ്ഞ തേങ്ങ ഇവിടാ ഒരു തേങ്ങയില്ല. ജരജരല്ലേ ഒരു തേങ്ങയില്ല, ഒരു തേങ്ങരയില്ല. തേങ്ങ എന്തൊരു തേങ്ങയത് ഈ തേങ്ങ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ഈ ജരജോര എന്തൊട്ട് തേങ്ങ ഈ പറയണത്. ഈ തേങ്ങാ പ്രയോഗമാണ് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ട്രേഡ് മാർക്ക്. ഇപ്പൊ തന്നെ എന്നോട് വന്നിട്ട് അവിടെ നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, പരിപാടി ഉണ്ട് അവിടെ. എന്തൊട്ട് തേങ്ങ കാണിക്കുന്നത് മാഷ് പോവാ? ഞാൻ എന്തായാലും പറഞ്ഞല്ലോ, ആയിക്കോട്ടെ. പായസത്തില് തേങ്ങ നല്ല നടന്നു കൊണ്ടിട്ടാ തേങ്ങല്ലേ. അപ്പൊ അങ്ങനെ ഈ തേങ്ങാ പ്രയോഗം അല്ലേ, ഒരു രക്ഷയില്ല തേങ്ങ. അതുപോലെ നല്ല സുഗന്ധത്തിന്, അതായത് സുഗന്ധം എന്താ പറയാ, വാസനയ്ക്ക് എന്താ പറയാ, ചാതി സൂര്യല്ലേ, അന്തൊട്ട സൂര്യ. സൂര്യ ഞാൻ ഗുരുവായൂർ തൊഴുത് വരുമ്പോ കളഭം കൊണ്ടുവന്നപ്പോ എന്റെ കൂട്ടുകാരെ എന്തൊട്ടു സൂര്യ കളഭം ചന്ദന് അല്ലേടാ കളഭം അല്ലേ ചെങ്ങാണിച്ചേ ചാതി സൂര്യല്ലേ ബെസ്റ്റ് സൂര്യ. അതുപോലെ എന്റെ വീട് ആ കുറുക്കഞ്ചേരി കണിമംഗലം ഭാഗത്ത്. അവിടെ ഈ കാവടിയുടെ മുമ്പിൽ ഈ ഭസ്മത്തട്ട് ഏറ്റ് പോവും. കാവടിയുടെ മുമ്പിൽ ഒരാൾ ഒരു മാലയൊക്കെ ഇട്ടിട്ട് കുരിശൂല് അതെന്തോ വെച്ചിരിക്കുക. ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, അവൻ പൗലോസ് എന്നോട് പറയാ, ഞാരേ ആ നമ്മള് ചോറോണ പോലത്തെ കണ്ണല്ലേ എടാ തട്ട്, ആ തട്ടിലേക്ക് വെളുത്ത പൊടിയില്ലേ അത് ഭസ്മം. ആ എന്തൊട്ട സൂര്യല്ലേ. ഞാൻ മേടിച്ചിട്ട് സർട്ട് മിക തയ്ച്ചിട്ട് സ്റ്റാഫ് സ്കൂളിലേക്ക് പോകുമ്പോ സൂര്യ അത്രേ.
എന്നിട്ട് ഈ മാലിന്യ കൂമ്പാരത്തിന് മുമ്പിൽ പോയിട്ട് തൃശ്ശൂർക്കാരൻ പറയും ഇതെന്തുണ്ട് അവിടെ ഒരു മണം എന്നും പറയും. അത് വേറെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ഭാഷാപ്രയോഗം ലോകത്ത് എവിടെ ഉണ്ടാവില്ല. എന്നെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുക തൃശ്ശൂർ. ഞാനിപ്പോ ഇറങ്ങി ഇതിപ്പോ ഈ ക്യാമറയും ഞാനും കണ്ണനെ കൂടി ഒന്ന് പുറത്തിറങ്ങി ഒരു ബൈറ്റ് എടുക്കാൻ നിന്നാ തൃശ്ശൂർക്കാരൻ പറയും ജയരാജ് വീര ഡയലോഗ് കേൾക്കണ്ട. ബഹുമാനവും സ്നേഹവും ഒരുപോലെ തൃശ്ശൂർക്കാർക്ക്. ഒരാളെ ബഹുമാനിച്ചിട്ടേ പടയ്ക്കുള്ളൂ. എന്നെ എവിടെയെങ്കിലും വെച്ചുകൊണ്ട ജയരാജേട്ടാ ഇപ്പൊ പരിപാടിയൊക്കെ ഉണ്ടാ ഇല്ല എന്ന് പറഞ്ഞാ ഇല്ലേ ഉണ്ടെന്ന് പറഞ്ഞാലോ നല്ല സ്നേഹം കൊണ്ട് പറയണതാ. ഇത്രയും സ്നേഹം, അത് സ്നേഹമാണ്, സ്നേഹം കൊണ്ടാണ്. കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അതെ. എന്നെ ഒന്ന് കണ്ടാൽ മതി. ഞാൻ ചീട്ട് കളിക്കാതിരിക്കുക ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ഷൂട്ടിങ്ങാ. ചീട്ട് കളിക്കുന്ന സീനില്ല. ചീട്ട് കളിക്കാതിരിക്കുമ്പോൾ ജയറാമാണ് എൻ്റെ കൂടെ. അപ്പൊ ജയറാമേട്ടന അത്യാവശ്യം ചീട്ട് കളിക്കാൻ ജയരാജേട്ടൻ ഒരു തേങ്ങയില്ലാട്ടാ വെറുതെ അഭിനയിക്കല്ലേ ഗഡുവാണ് അത്രേ. കുറെ കമ്പനികൾ അസാധ്യമായിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്ത്. അത് സാധാരണക്കാരൻ അവിടെ കൊണ്ടുപോയി 10 രൂപ വരുമാനം കിട്ടുവാൻ 8 രൂപ ബാങ്കിൽ നിക്ഷേപിച്ച് 2 രൂപ കൊണ്ട് ജീവിച്ചിരുന്ന കാലത്ത് പറയും ക്രാങ്ങളാണെങ്കിലും പോണ്ടേ. ആ ബ്ലേഡ് കമ്പനിയിൽ ഗഡുക്കളായിട്ട് കാശിട്ടുണ്ട്. അത് പൊളിഞ്ഞപ്പോഴാണ് തൃശ്ശൂർക്കാരൻ പറഞ്ഞു ഗഡുവ ഈസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും നന്നായി എന്നുള്ളതിന് ഇപ്പൊ എന്താ വാക്കും പറയാം? ഏറ്റവും ലേറ്റസ്റ്റ് പൊരിച്ചുട്ടാ പൊരിടാവ് എന്നെ പൊരിടാവ് അത്രേ. രാവണിയുടെ കവിത കേട്ടിട്ട് കിട്ടുണ്ടാവല്ലേ. കിട്ടുണ്ടാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗംഭീര. പൊരിരാവ് എന്ന് പറഞ്ഞാൽ പൊരിച്ചു എന്നാണ്. അങ്ങനത്തെ ഞങ്ങളുടെ ഭാഷാപ്രയോഗത്തിന്റെ ആന്തരാർത്ഥങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തൊക്കെ പറയേണ്ടി വരും. പക്ഷെ തൃശ്ശൂർ നിൽക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്, ഇന്നത്തെ ദിവസം എനിക്ക് ഓർമ്മ വരുന്നത്, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിനൊരു ഒരു അഞ്ജലി അർപ്പിക്കണം. അതായത് KV രാമകൃഷ്ണന്റെ 80 വയസ്സ് എന്ന് പറയുന്നത് വളരെ ചെറുപ്രായമാണ്. ശരിക്കും KV രാമകൃഷ്ണനെ കണ്ടാൽ ഒരു 18 പോലും തോന്നില്ല. എൻ്റെ മനോമുഖരത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് കുറേ കാലം സർക്കാർ ഉദ്യോഗസ്ഥനായും പിന്നീട് വിവർത്തകനായും അതിനുശേഷം അധ്യാപകനായും അത് കഴിഞ്ഞ് മാതൃഭൂമിയിലും തുടർന്നും ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വീടിന് അപൂർണ എന്ന് പേരിട്ടത്. ഒന്നും അങ്ങനെ പൂർണ്ണമല്ല എന്ന് നല്ല ബോധമുള്ള ഒരാളായതുകൊണ്ടാണ് അപൂർണത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോഴും അറിയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ഇവിടെ ഇങ്ങനെ ഒരു ശബ്ദം കേൾപ്പിക്കേണ്ടതല്ലേ എന്നൊരു തോന്നലിൽ നിന്ന് മാത്രമാണ് ഇതുണ്ടായത്. 80 അല്ലെങ്കിൽ 90 അതിനപ്പുറവുമുള്ള വയസ്സല്ല കാര്യം. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു തീർക്കപ്പെട്ട ചില കാര്യങ്ങളുടെ പേരിൽ നമ്മളെ കാണാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ സ്ഥാനമുള്ളത്. അവിടെയാണ് ഈ ഇപ്പോഴത്തെ പ്രസംഗകരെടുത്ത് ഉപയോഗിച്ച് വൃത്തികേടാക്കിയൊരു വാക്കുണ്ട്, അടയാളപ്പെടുത്തൽ. ഏതൊരുത്തനും പറയും അതൊരു അടയാളമാണ്, എന്ത് കുന്തമാണ് അവൻ്റെ അടയാളം. ഈ അടയാളം എന്നത് ബൈബിളിൽ വായിച്ചിട്ടുള്ള ഒരുത്തൻ പോലും അത് പറയില്ല. അതുകൊണ്ട് KV രാമകൃഷ്ണനെ ഇവിടെ നിന്നുകൊണ്ട് എത്ര പ്രഭാഷണം നടത്തിയ ആളാണെന്നറിയാമോ? ഒന്നും രാമകൃഷ്ണനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സംസ്കൃത ഭാഷയിലും നല്ല വിജ്ഞാനമുള്ള ആളാണ്. ഒരിക്കൽ KV രാമകൃഷ്ണൻ എന്നോട് ചോദിച്ചു, എന്താണ് മാഷ് വീണ്ടും വീണ്ടും മെലിയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുക മാത്രമല്ല, ഞാൻ വായിച്ച കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് ഇങ്ങനെ പ്രസംഗമായി പോകുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ മെലിയുന്നത് എന്ന് രാമകൃഷ്ണനോട് ഞാൻ മറുപടി പറഞ്ഞു കേട്ടോ. നമ്മുടെ അഴീക്കോട് മാഷായിട്ട് എനിക്ക് 35 മണിക്കൂറൊക്കെ സംസാരിക്കാം. അപ്പൊ ഇന്ന് ഇത് സമാപന സമ്മേളനത്തിന് വരില്ലേ? അദ്ദേഹം വരില്ലേ നമ്മുടെ മലയാളത്തിൽ? KV രാമകൃഷ്ണന്റെ 80ാം പിറന്നാൾ എന്ന് പറയുമ്പോൾ എനിക്ക് 82 കഴിഞ്ഞു. അപ്പോൾ മാതൃഭൂമിയിൽ ഇങ്ങനെ ഞാൻ അന്ന് ജോലി ചെയ്യുന്ന കാലത്താണ് ഈ രാമകൃഷ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യത്തിലുള്ള പ്രത്യേകിച്ചും ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിജ്ഞാനത്തെക്കുറിച്ച് എന്നോട് പറയുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഡ്രാക്കുള എടുത്തിട്ട് ഇതൊന്ന് വിവർത്തനം ചെയ്യാമെന്ന് ചോദിക്കുകയും അത് സമർത്ഥമായ രീതിയിൽ ആളുകളെയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, അതല്ലെങ്കിൽ അവരിലൊരു മനസ്സിലൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചലനമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വിവർത്തനമായിരുന്നു. പിന്നീട് മാതൃഭൂമിയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാലത്തിൻ്റെ ഈ പോക്കിൽ ചില
അപൂർവമായിട്ടുള്ള ചില ആൾക്കാർ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും. നേരത്തെ അഴീക്കോട് സാറിനെ പോലെ പറഞ്ഞല്ലോ, അങ്ങനെ അപൂർവമായി നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന ജീവിതത്തിൻ്റെ ഈ കുത്തുവയ്ക്കിൽ തീരങ്ങളിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ചില പ്രത്യേക മുഖങ്ങളെ നമ്മൾ ഓർക്കും. അവരോർക്കാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. അതിൽപ്പെട്ട ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം KV രാമകൃഷ്ണൻ. ഇവിടെ കേൾക്കാണ്ടോന്ന് അറിഞ്ഞൂടെ, എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. വന്നാ പറഞ്ഞാൽ മതി, MT വാസുനാർ ഇത് പറഞ്ഞിട്ടാ പോയെന്ന്, വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പൊ അങ്ങനെ അവന് ഒരു സാഹിത്യകാരന്മാർ എനിക്ക് വലിയ ഇഷ്ടമാട്ടോ. അതാ നമ്മുടെ VK നും ബഷീറും ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ വേറെ എന്തോ ഒരു കാരൂര്, എൻ്റെ പ്രിയ കഥാകാരൻ. അപ്പൊ ഒരു കവി എന്ന നിലയ്ക്ക് രാമകൃഷ്ണൻ മാഷക്ക് ഒരു സ്നേഹ എന്താ പറയേണ്ട ആശംസ നമുക്ക് ONV സാറിൻ്റെയും കൂടി ആവാം അല്ലേ. ഈ രാമകൃഷ്ണന്റെ കവിതകൾ ഇങ്ങനെ പലപ്പോഴും ഞാൻ ഇങ്ങനെയും അങ്ങനെയും വായിച്ചിട്ടുണ്ട്. അതെങ്ങനെയും വായിക്കാം, വരണ്ട ഗംഗയായാലും ഏത് കവിതയാണെങ്കിലും. പക്ഷേ രാമകൃഷ്ണന്റെ ഓരോ കവിത വായിക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തെ അനസൂയ വിശുദ്ധമായ മനസ്സോടെയാണ് അന്നും ഇന്നും എന്നും കാണുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഈ അനസൂയ വിശുദ്ധം എന്നുള്ള വാക്കൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇനി കുറച്ച് മുമ്പ് രാമുണ്ണിയുടെ 80ാം പിറന്നാളൊക്കെ ആഘോഷിക്കേണ്ടി വരും നമുക്ക്. അപ്പൊ ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയും ഒരു സംഭവം ഉണ്ടായി എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിന്നത്. അപ്പൊ ഇനി അടുത്തത് ഇനിയും പെർഫോം ചെയ്യാൻ നിന്ന കൈവിട്ട് കളിക്കും. പാലക്കാട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ യാട്ടേ ഓ എന്താണത് വെറുതെ എങ്ങനെ ഇരിക്കന്നെ ഓ. പാലക്കാട് നല്ല രസമല്ലേ കേൾക്കാൻ. പാലക്കാട് മണപ്പുള്ളിക്കാമിന് പ്രോഗ്രാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി വേർത്ത് കുളിച്ചു മുമ്പ് ഒരാള് ജയരാജേട്ടാ ഏട്ടാടെ പരിപാടി കണ്ട് ചിരിച്ചിട്ട് 2 തലയുണ്ടെങ്കിൽ ഒന്ന് ഞാൻ റെയിലിന് വെച്ചേന്ന്. അത് എന്തൊരു നർമ്മം, എന്നെ വെട്ടുന്ന നർമ്മം. 2 തലയുണ്ടെങ്കിൽ ഒന്ന് റെയിലിന് വെച്ചേന്ന് ഓ എന്ന് പറഞ്ഞു പാലക്കാട്ടുകാരൻ. ഈ തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടുണ്ടല്ലോ, വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചെവി എന്ന് പറഞ്ഞ സാധനം കേൾക്കില്ല എന്ന് പറയും പാലക്കാട്ടുകാർ. മലപ്പുറത്തുകാരോ കോട്ടയ്ക്കൽ ഭാഗത്തൊക്കെ ജയരാജ് വന്നോ, ഞങ്ങൾ തൃശ്ശൂരൊക്കെ ജയരാജ് വന്നാ ആ ശരി അവിടെ നിൽക്കുന്നുണ്ടെന്നാ പറയും. കോട്ടയ്ക്കൽ അങ്ങനല്ല, കോട്ടയ്ക്കല് മലപ്പുറം ആ ഭാഗത്ത് പരപ്പനങ്ങാടി മറ്റേ ജയരാജ് വന്നോ എന്ന് പറയുന്ന സ്ഥല കോട്ടയ്ക്കല്. കോഴിക്കോട് എത്തിയ ജരേട്ടാ ഇങ്ങനെ പരിപാടി ഉണ്ടാ, ഇങ്ങനെ പരിപാടി ഉണ്ട് ഇവിടെ ജരേട്ടാ ഇങ്ങനെ ശരിക്കും ജയരാജ് വരാ ശരിക്കും എന്ന് പറയുന്ന കോഴിക്കോട്ടുകാര് അല്ലേ. കണ്ണൂക്കാരും അതിനൊക്കെ ബെസ്റ്റ്. കോഴിക്കോടിന്റെ കിഴക്കേ ഭാഗത്ത് അത്തോളി, ഉള്ളിയേരി, ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര ഭാഗത്ത് റഷ്യൻ ഭാഷ സംസാരിക്കുക. ജയരാജ് വരെ വന്നു വെച്ചാൽ ജയരാജ് വരെയൊക്കെ പോന്നു, അയാൾ വന്നോ ഊണ് കഴിച്ചു പരിപാടി അവതരിപ്പിച്ചു ഇതാ പോണു അങ്ങനല്ലേ പറയാ. അവിടെ അങ്ങനല്ല. ജയരാജ് വരെ നോനിയുടെ വന്നീക്കി എന്തല്ലോ ചീതീക്കി തിന്നീക്കി കുടിച്ചിക്കി പറഞ്ഞീക്കി പോയിക്കി ദസ്തവസ്കി മയവസ്കി തക്കവസ്കി സ്റ്റാൻസ്ലവസ്കി ഓ എന്ന് പറഞ്ഞിക്ക് അല്ലേ. ഇനി നിന്നാൽ ഇനിയും പറയേണ്ടി വരുമെന്നുകൊണ്ടും പറഞ്ഞാൽ തീരില്ല എന്നുകൊണ്ടും തീർന്നാലും തീരാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടും ഇവിടെ അഷ്ടപൂർണമിയുടെ ഉള്ളത് കൊണ്ടും അത് കഴിഞ്ഞ് ശിഷ്യ സുഹൃത്ത് സംഗമം ആയതുകൊണ്ടും അത് കഴിഞ്ഞ് MT സാറിന്റെ പ്രസംഗം ഉള്ളത് കൊണ്ടും. MT സാർ വരില്ലേ? ഉണ്ടാവും. എനിക്കത് കേൾക്കണം. അത് MT സാർ സംസാരിക്കുമ്പോൾ അവിടെ മാറിയിരിക്കണം. അപ്പൊ എന്നെ നോക്കും, ഇവൻ വന്നിട്ടുണ്ടെന്നു. ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് ONV സാറിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ എന്നെ എന്നോട് എങ്ങനെ എന്താ ഞാൻ കണ്ടു ജയരാജ് വാര്യർ അവിടെ വന്നിരിക്കുന്നത്, എൻ്റെ ഏത് ഭാവഹാവാദികളാണാവോ ഇന്ന് ഒപ്പിയെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ എല്ലാ മനുഷ്യരും വാര്യന്മാരാവട്ടെ എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതായത് വാര്യന്മാരെന്ന് പറഞ്ഞ ഒരു അപകടമില്ലാത്ത ആൾക്കാരാട്ടോ. ആകെ ഒരു അപകടമുള്ള ഒറ്റ ആളേ ഉള്ളൂ. അത് നിങ്ങൾക്കറിയാലോ. ആ യോദ്ധാക്കളാവട്ടെ എല്ലാവരും, പടയാളികൾ. രാമുണ്ണി അടുത്തൊരു കവിതയിൽ ഇതിനെപ്പറ്റി പരാമർശിക്കണം. ആരാണിവൻ വാരിയർ, അവൻ വാരിയർ. പുതിയ കവികളുടെയൊക്കെ കവിതയൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ, ഒരുപാട് കവികൾ ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്നും എൻ്റെ മകളാണ് ഇന്ദുലേഖ. നീ തുടങ്ങയ്യ, അവളാണ് പാട്ട് പാടുന്നതേ അതിനകത്ത്. അപ്പൊ എൻ്റെ ഭാര്യയ്ക്കുള്ളൊരു സംഘാണ് ഈ അഷ്ടപൂർണമി. അതിന്റെ ലീഡറാണ് സന്ധ്യ ടീച്ചർ. ഇപ്പൊ നേരത്തെ ഭാവനായിട്ടും കളിച്ചില്ലേ. അപ്പൊ എന്നോട് ഈ ബ്രോഷർ കണ്ടിട്ട് ഒരാൾ ചോദിച്ചു, ഡോക്ടർ ഈ സന്ധ്യ അഷ്ടപൂർണമി എന്റെ പേര്. അപ്പൊ എനിക്ക് ജയരാജാട്ടാൻ നിങ്ങളിപ്പോ പുതിയ ട്രൂഫ് തുടങ്ങിയോന്ന്. ഞങ്ങളവിടെ ട്രൂപ്പ് എന്ന് പറയില്ല ഗ്രാമങ്ങളില്,
പുതിയ ട്രൂഫാ? അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ട്രൂഫ് തുടങ്ങിയാൽ അത് ആലോചിക്കാം എന്ന് വെച്ചു. അപ്പൊ അടുത്ത അഷ്ടപർണ്ണ പരിപാടിയാണ്. നിങ്ങളിങ്ങനെ നിശബ്ദരായിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എനിക്ക് വലിയ പ്രശ്നം അത്. ചില സ്ഥലത്തിന് ആൾക്കാർ നിർത്തറായിലിടാന്ന് ചോദിക്കുന്നവരെ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിർത്തറായിലിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിർത്തൂല ഒരിക്കലും. ഞാനല്ല, ഒരു സ്ഥലത്തൊരു പ്രസംഗം ഇങ്ങനെ സംസാരിച്ച് കയറി 2 മണിക്കൂറായി, 3 മണിക്കൂറായി അധ്യക്ഷ പ്രസംഗം. അപ്പോഴാണ് ചിട്ട് കൊടുത്തത്, സാർ ദയവായി ചുരുക്കണം. അപ്പൊ നോക്കിയിട്ട് പറയാം, ഇനിയും 2 മണിക്കൂർ പ്രസംഗിക്കാനോ? ഹേയ്, അത് നടക്കില്ല, ഞാൻ അവസാനിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാനിനി നീട്ടുന്നില്ല. എന്റെ പ്രധാന ജോലി ഇതാണ്. അപ്പോ ഇന്ന് ഉച്ചയ്ക്കും എനിക്ക് ഉച്ച നേരം ഇത്ര സുഖമുള്ള സമയമാണ് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താ ഒരു ചൂട്, അതിൻ്റെ ഒരു സുഖം. എന്താ കോട്ടക്കൽ ശശിയേട്ടാ, എന്താ അതിൻ്റെ ഒരു ചൂട്, ഹൈ കമായി. അപ്പൊ കഥകളി ഓട്ടംതുള്ളിലേക്ക് അടുത്ത പ്രാവശ്യം ആവാം, അടുത്ത പ്രാവശ്യം ആവാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം രാമൻ സാറിനെ ഞാൻ പലപ്പോഴും ഇങ്ങനെ അകലെ നിന്നിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. രാമൻ സാറായിട്ട് ഇന്ന് ഫോണിലാണ് സംസാരിച്ചത്. ഇന്നലെ രാമൻ സാറിന് 80ാം പിറന്നാള് അതിഗംഭീരമായി. തുടർന്നുള്ള പരിപാടികളും കെങ്കേമമാവട്ടെ. നമ്മൾ ഈ വീട്ടിലുള്ള കാരണവന്മാരെയൊക്കെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന കാലത്താണ് ഇതുപോലത്തെ പരിപാടികൾ നടക്കുന്നത്. ഗുരുവായൂരൊക്കെ കൊണ്ടിട്ട് അമ്മയെ വിട്ടിട്ട് പോകുമ്പോൾ അമ്മ കരയാ, മോൻ പോയി. അപ്പൊ അമ്മ കരയുമ്പോ വന്നിട്ട് എന്താ അമ്മയെ കരയണേ? അല്ല, എന്റെ മോന് പോവാനുള്ള വഴി അറിയില്ലേ, അതോർത്ത് കരയാന്ന് അമ്മ. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ഗുരുക്കന്മാരായിട്ടുള്ള ആൾക്കാരെ ഓർക്കുന്നതും അവരുടെ പിറന്നാള് ആഘോഷിക്കുന്നതും. ഈ ആഘോഷത്തിൽ എൻ്റെ ഒരു പിറന്നാൾ സമ്മാനമായി രാമകൃഷ്ണ സാറിൻ്റെ പാദങ്ങളിൽ എൻ്റെ ഈ അവിദ്യ എന്ന് പറയുന്ന അഭിമാനത്തോടെ ഞാൻ നടത്തുന്ന എൻ്റെ ഈ വിദ്യ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.